പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പഠന പരിപാടിയുടെ ഭാഗമായി ഇന്നിവിടെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ച വിഷയം മാർക്സിസ്റ്റ് ദർശനം എന്നുള്ളതാണ്. മാർക്സത്തെ പറ്റിയും മാർക്സത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചുമെല്ലാം അതിനിശിതമായ വിമർശനവും ചർച്ചയും ലോകവ്യാപകമായിട്ട് നടന്നു വരുന്ന ഈ പശ്ചാത്തലത്തിലാണ് മാർക്സിസ്റ്റ് ദർശനത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. മാർക്സത്തിൻ്റെ പ്രസക്തി, മാർക്സം എങ്ങനെയാണ് ഒരു ശാസ്ത്രമായിട്ട് വളർന്നു വന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആവർത്തനത്തിലേക്ക് കടക്കാനൊന്നും ഞാനിപ്പോൾ മുതിരുന്നില്ല. മാർക്സിസ്റ്റ് ദർശനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പലരും പ്രാഥമികമായിട്ട് പ്രതികരിക്കുന്നത് ഇതെല്ലാം ദാർശനിക തലത്തിലുള്ള ചർച്ചകൾക്ക് പറ്റാവുന്ന വേദികളല്ലാതെ സാധാരണക്കാരായ തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളുമെല്ലാമുള്ള നമ്മുടെ പാർട്ടി സഖാക്കളോട്, പാർട്ടി അനുഭാവികളോട് ഈ കാര്യം വിശദീകരിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നതാണോ എന്ന ചോദ്യം എത്രയോ കാലമായിട്ട് ഉള്ളതാണ്. ഒരു സംശയവുമില്ല, എല്ലാവർക്കും മനസ്സിലാക്കാനാവുന്ന അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട, അവരുടെ തന്നെ ഭാവി നിർണ്ണയിക്കുന്ന, പ്രായോഗിക ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒന്നാണ് മാർക്സിസ്റ്റ് ദർശനം. ഈ ക്ലാസ് എടുക്കുന്ന ഈ പശ്ചാത്തലമെന്ന് പറയുന്നത് ലോകത്തെമ്പാടും ഒരു മഹാമാരി ലോകരാഷ്ട്രങ്ങളെയും ജനതയെയും ഒരു മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ്. ഉത്കണ്ഠയുണ്ടാക്കുന്ന അവസ്ഥയാണ് ഓരോ ദിവസം കഴിയുന്തോറും ലോകത്തെ ഏറ്റവും വികസിതമായ മുതലാളിത്ത രാജ്യം മുതൽ അത്രത്തോളം വികസിക്കാത്ത രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ജനതകളിലും ഉള്ളത്. അതിൻ്റെ വർഗ വീക്ഷണത്തിലേക്കോ സമീപനത്തിലേക്കോ ഒന്നും ഞാൻ കടക്കുന്നില്ല. നമുക്കെല്ലാം സാമാന്യമായിട്ട് അറിയുന്നൊരു കാര്യം, കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇനി ലോകത്ത് എവിടെയായാലും വലിയ രീതിയിലുള്ള നിബന്ധനകളാണ് കോവിഡ്-19 വ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അത്യാവശ്യം മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ, മറ്റുള്ളവരുമായി സമ്പർക്കം പാടില്ല, സാമൂഹ്യ അകലം പാലിക്കണം, മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള നിബന്ധനകളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അസ്വസ്ഥമാകാറുണ്ട്, നമുക്ക് പ്രയാസമുണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടാകുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മനുഷ്യന് നമുക്ക് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകളോട് നിരവധി പ്രദേശങ്ങളിൽ പോയി ബന്ധപ്പെട്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിച്ചിട്ടുള്ളത്. ഓരോരുത്തരും അങ്ങനെയാണ്. അവരുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ എല്ലാ തലങ്ങളിലും സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒറ്റക്കൊറ്റക്ക് നടത്തുന്ന ഒരു പ്രക്രിയയിലൂടെയല്ല വളർന്നു വരുന്നത് എന്നർത്ഥം. അപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സാമൂഹ്യ ജീവിതത്തിൽ നിന്ന്
ഇന്ന് ഈ പ്രത്യേക രോഗപീഠയുടെ പശ്ചാത്തലത്തിൽ നമുക്കവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല എന്നൊക്കെ പറയുകയും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെ പരസ്പരം ബന്ധപ്പെടാനും പരസ്പരം കാര്യങ്ങൾ ആശയവിനിമയം നടത്താൻ പോലും സാധിക്കാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് ഉത്കണ്ഠയുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്. ഈ പ്രയാസം, ഈ മാനസികമായ പ്രശ്നം എന്താണ് അതിൻ്റെ അടിസ്ഥാന കാര്യമെന്ന് പരിശോധിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ അതിൻ്റെ ആവിർഭാവ കാലഘട്ടം മുതൽ ഒരു സാമൂഹ്യ ജീവിയായിരുന്നു എന്ന് കാണാനാണ്. സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് അവൻ്റെ ജീവിതം കെട്ടിപ്പോക്കിയിട്ടുള്ളത്. അപ്പോൾ വ്യക്തി എന്ന രീതിയിൽ മാത്രമല്ല, സമൂഹത്തിലെ വ്യക്തികൾ, സമൂഹങ്ങൾ എന്ന രീതിയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. ഇങ്ങനെ വളർന്നു വന്ന ഒരു സമൂഹം, ഇങ്ങനെ വളർന്നു വന്ന സമൂഹത്തിലെ ഓരോരുത്തരും അവരുടെ മുമ്പിലുണ്ടാകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, അവർ ആലോചിച്ചിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ളതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഭക്ഷണത്തിൻ്റെ, അതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ, അതുപോലെ പാർപ്പിടത്തിൻ്റെ, ജീവിത സൗകര്യങ്ങളുടെ നിരവധി ആവശ്യങ്ങൾ അവർ പരസ്പരം ചർച്ച ചെയ്യുകയും പരസ്പര ബന്ധത്തിലൂടെ രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മാനസിക ജീവിതത്തിൻ്റെ കാര്യം മാത്രമല്ല, ഭൗതിക വളർച്ചയുടെയും സമൂഹത്തിൻ്റെ പൊതുവായ മുന്നോട്ടുള്ള ഗതിക്രമത്തിൻ്റെയും എല്ലാം അടിസ്ഥാനം പരിശോധിച്ച് നോക്കിയാൽ ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ ഫലപ്രദമായിട്ട് തൻ്റെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിന് മാറ്റം വരുത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പ്രാഥമികമായി എല്ലാവർക്കും അറിയുന്ന ഒരു സത്യം. ഇങ്ങനെ മനുഷ്യൻ മുന്നേറി ഇന്നത്തെ അവസ്ഥയിലെത്തുന്നതിന് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, സ്വാഭാവികമായിട്ടും മനുഷ്യൻ അവനെ സംബന്ധിച്ച്, അവൻ്റെ കുടുംബത്തെ സംബന്ധിച്ച്, ചുറ്റുവട്ടങ്ങളെ സംബന്ധിച്ച്, സാമൂഹ്യ ജീവിതത്തെപ്പറ്റി, അതിൽ തന്നെ വളർന്നു വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ഓരോന്നിനെ പറ്റിയും പൊതുവായിട്ട് ചിന്തിക്കുകയും ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിഗമനങ്ങളിൽ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തി എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ദർശനം എന്നത് സംബന്ധിച്ച് ഈ ക്ലാസിൻ്റെ ആമുഖത്തിൽ പറഞ്ഞു വെക്കാനുള്ളൊരു കാര്യം, മനുഷ്യന് മാത്രമാണ് ദാർശനികമായ നിലപാടുകൾ സ്വീകരിക്കാനാവുക. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ദാർശനികമായ ഒരു സമീപനം സ്വീകരിക്കേണ്ട പ്രശ്നം ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരമാശ്രിതമായി പരസ്പരം ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ അവൻ്റെ മുമ്പിൽ ഉയർന്നു വരുന്ന ഓരോ ചോദ്യത്തിനും ഓരോ ഉത്തരം നൽകാൻ നിർബന്ധിതപൂർവമായ ബാധ്യതയുണ്ട്. അത് പലപ്പോഴും പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ധാരണയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ മതപരമായ അവബോധത്തിൽ നിന്നായിരിക്കും. ഇങ്ങനെ നിരവധിയായ തലങ്ങളിൽ നിന്ന് ലഭിച്ച ഉത്തരങ്ങളാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ദർശനം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ അർത്ഥത്തിൽ പറയുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ വസ്തുക്കൾ, പ്രതിഭാസങ്ങൾ, സമൂഹങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, അവയിൽ ഓരോന്നിലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, വിപരീതങ്ങൾ, ഇതു സംബന്ധിച്ചെല്ലാമുള്ള മനുഷ്യൻ്റെ പൊതുവൽക്കരിക്കപ്പെട്ട അവബോധത്തെയാണ്
നമ്മൾ ദർശനം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചുറ്റുമുള്ള എല്ലാം പ്രപഞ്ചവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വരുന്ന ഒന്നാണ് ദർശനം എന്ന് വിശാലമായ അർത്ഥത്തിൽ പറയാൻ കഴിയും. ഇപ്പോൾ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട പരസ്പര വ്യക്തത വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രത്തിലേക്ക് കടന്നാൽ രണ്ട് പ്രധാനപ്പെട്ട കൈവഴികൾ നമുക്കിതിൽ കാണാൻ കഴിയും. അതിൻ്റെ നിരവധി ചെറു ചെറു വഴികൾ വേറെയുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ഭാഗം. ഒന്ന് ആശയവാദമാണ്, മറ്റൊന്ന് ഭൗതികവാദമാണ്. ആശയവാദവും ഭൗതികവാദവും രണ്ട് പ്രമുഖ ദാർശനിക ശാഖകളായി ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭൗതികവാദത്തെ സംബന്ധിച്ച്, ആശയവാദത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് മാർക്സം ആവിർഭവിക്കുന്നത്. അല്ലാണ്ട് ആശയവാദമോ ഭൗതികവാദമോ ഒന്നുമില്ലാതെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ രൂപപ്പെട്ടു വന്നതല്ല വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഇപ്പോൾ വളരെ വ്യക്തതയോടുകൂടി ഒരു ചോദ്യം ഉന്നയിക്കാൻ നമുക്ക് സാധിക്കും. മനുഷ്യനും മറ്റെല്ലാ ജന്തുവിഭാഗങ്ങളും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം എന്താണ്? മനുഷ്യനും മറ്റെല്ലാ ജന്തുവിഭാഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിന് കൃത്യമായ ഉത്തരം മുമ്പ് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യനല്ലാത്ത മറ്റൊരു ജീവിയും പ്രകൃതിയെ, പ്രപഞ്ചത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ ആയുധങ്ങൾ ഉപയോഗിക്കുകയും ആയുധങ്ങൾ പ്രയോഗിക്കുകയും ചെയ്ത ആദ്യത്തെ ജീവിയാണ്, ആദ്യത്തെ മൃഗം അല്ലെങ്കിൽ ആദ്യത്തെ ജീവി തന്നെയാണ് മനുഷ്യൻ. അതിലൂടെയാണ് മാറ്റം വരുന്നത്, മൃഗമല്ലാതാവുന്നത്. അപ്പോൾ അതുവഴി വ്യക്തതയോടുകൂടി രണ്ട് കാര്യങ്ങളാണ് നിർവഹിച്ചത്. ഒന്ന് പ്രകൃതിയെ മാറ്റി, അല്ലെങ്കിൽ പ്രകൃതിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തി. അത് അധ്വാനമാണ്. ആ മാറ്റം നടത്തുന്നതിന് വേണ്ടി അവൻ പ്രകൃതിയിൽ നിന്ന് തന്നെ തനതായ കല്ലുൾപ്പെടെയുള്ള നിരവധിയായ ഉപകരണങ്ങളാണ് ആദ്യം ഉപയോഗിച്ചത്. അതിനെയാണ് പിന്നീട് പരിഷ്കരിപ്പിച്ച് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ തലമുറ ഉപകരണങ്ങൾ എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന സാധന ഉൽപ്പന്നം ഉൾപ്പെടെ ഈ പ്രക്രിയയിലൂടെയാണ്. അതുവഴി പ്രകൃതിയെ മാറ്റി എന്ന് മാത്രമല്ല, അധ്വാന പ്രക്രിയയിലൂടെ മനുഷ്യൻ സ്വയം തന്നെ മാറി, മനുഷ്യനെ തന്നെ മാറ്റി. ഈ പരസ്പരപൂരകമായ ബന്ധത്തോടു കൂടിയാണ് മനുഷ്യൻ മുന്നോട്ടേക്ക് വന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള രണ്ട് പ്രബലമായ ദാർശനിക സമീപനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്: ആശയവാദവും ഭൗതികവാദവും. മാർക്സ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ രൂപീകരിക്കുന്നതിന് മുമ്പ് ദർശനത്തിലേക്ക് സജീവമായിട്ട് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിൻ്റെ ഭാഗവാക്കായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഹെഗൽ എന്ന ദാർശനികൻ്റെ വൈരുദ്ധ്യാത്മക വാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോധം. വൈരുദ്ധ്യാത്മകത യുവ ഹെഗേലിയൻ പ്രസ്ഥാനത്തിൻ്റെ വക്താവ് എന്ന രീതിയിലാണ് മാർക്സും പിന്നീട് എംഗൽസും ഒക്കെ വന്നിട്ടുള്ളത്.
ലോകത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ദാർശനിക ശാഖ വൈരുദ്ധ്യവാദം ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ഉയർന്നു വന്നിട്ടുണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചാൽ. പക്ഷേ യൂറോപ്പിലെ ഏറ്റവും പ്രമുഖമായ ആശയ സംഹിതകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഹെഗേലിയൻ വൈരുദ്ധ്യവാദം വളരെ പ്രധാനമായിട്ട് മുമ്പോട്ടേക്ക് പോകും. അതിൻ്റെ വക്താവായിട്ട് ഉയർന്നു വരികയും യുവ ഹെഗേലിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായും മാർക്സ് മുമ്പോട്ടേക്ക് പോയി. അങ്ങനെ മുന്നോട്ടേക്ക് പോയപ്പോഴാണ് വൈരുദ്ധ്യവാദ നിയമങ്ങളെ തന്നെ ഫലപ്രദമായിട്ട് പരിശോധിച്ചപ്പോൾ മാർക്സിൻ്റെ ചിന്തയിൽ മുൻ അനുഭവത്തിൻ്റെ കൂടി വെളിച്ചത്തിൽ ഹെഗലിൻ്റെ വൈരുദ്ധ്യവാദത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ ഹെഗൽ ആരായിരുന്നു എന്നുള്ള കാര്യം പരിശോധിച്ചു. അപ്പോഴാണ് ഹെഗൽ ഒരാശയവാദിയാണ് എന്ന് കാണുന്നത്. കാരണം ഓരോ വസ്തുവിലും കുട്ടികൊള്ളുന്ന വൈരുദ്ധ്യങ്ങളാണ് അതിൻ്റെ വളർച്ചയ്ക്ക് വികസനത്തിന് അധിക അടിസ്ഥാനമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് ശരിയായിരുന്നു. ഓരോന്നിലും ആന്തരികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. അതോരോ വസ്തുവിലുണ്ട്, പ്രതിഭാസങ്ങളിലുണ്ട്, മനുഷ്യ സമൂഹത്തിലുണ്ട്, മനുഷ്യനിലുണ്ട്. അത് ശരിയുമാണ്. എന്നാൽ ഈ വൈരുദ്ധ്യങ്ങളുള്ള വസ്തു, ഈ വൈരുദ്ധ്യങ്ങളുള്ള പ്രതിഭാസം ഇതെല്ലാം എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം അത് വലിയ മനസ്സിൻ്റെ സൃഷ്ടിയാണ് എന്നാണ്. വലിയ മനസ്സിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് ആശയവാദ നിലപാടാണ്, അത് ദൈവീകമാണ് എന്നാണ്. ഇപ്പോൾ വസ്തുനിഷ്ഠ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയില്ലായ്മയിൽ നിന്ന് ഒരാശയവാദിയായിട്ടാണ് ഹെഗൽ നിലകൊണ്ടത്. ചുരുക്കി പറഞ്ഞാൽ വൈരുദ്ധ്യവാദിയായ ആശയവാദിയാണ് യഥാർത്ഥത്തിൽ ഹെഗൽ. ഫെയർബാഗ് എന്ന് പറയുന്ന ഭൗതികവാദി എല്ലാം ഭൗതികമായ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം അംഗീകരിച്ചത്. ഭൗതികവാദം വളരെ ശക്തിയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു ദാർശനികനാണ് അദ്ദേഹം. കേവല ഭൗതികവാദ നിലപാടാണ് സ്വീകരിച്ചത്. കാരണം വൈരുദ്ധ്യവാദത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഭൗതികവാദത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എല്ലാം ഭൗതികമാണ്. ഭൗതിക പ്രപഞ്ചം, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും പ്രപഞ്ചത്തെ പറ്റിയും നിരന്തരമായിട്ട് പറയുമെങ്കിലും ഭൗതികമാണ് എന്ന് പറയുമ്പോഴും ആത്മീയ ആശയവാദ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് ആശയവാദികൾ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതാണ് പ്രാഥമികം എന്ന് പറയുന്നവരാണ്. ഭൗതികവാദികൾ ഭൗതിക പ്രപഞ്ചമാണ് പ്രാഥമികം, അതാണ് നിലവിലുള്ളത് എന്ന അഭിപ്രായമാണ് രൂപപ്പെടുത്തുന്നത്. അതിൻ്റെ പരസ്പര വിപരീതങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ബന്ധത്തെ കാണുന്നില്ല, കേവല ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാണുന്നത് എന്നുള്ളതും ശരിയാണ്. എന്നാൽ ഫെയർബാഗിൻ്റെ ഭൗതികവാദത്തിലും ഹെഗലിൻ്റെ വൈരുദ്ധ്യവാദത്തിലും സമ്പൂർണമായ അർത്ഥത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ പൂർണ്ണതയില്ല എന്ന് കണ്ടുകൊണ്ടാണ് മാർക്സ് ഒരു പുതിയ ദർശനം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചത്. കമ്മ്യൂണിസ്റ്റ് ലീഗ് രൂപീകരിക്കുന്നതിന് മുമ്പ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രൂപം നൽകുന്നതിന് മുമ്പ് മാർക്സ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. മാർക്സും എംഗൽസും ചേർന്ന് 1844-45 ഘട്ടമാകുമ്പോൾ തന്നെ ജർമ്മൻ ഐഡിയോളജി എന്ന വളരെ പ്രശസ്തമായ വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന പുസ്തകം
അവർ രചിച്ച് കഴിഞ്ഞിരുന്നു. അതിൻ്റെ മിനുക്കുപണി ഒഴിച്ച് ബാക്കിയെല്ലാം ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് പിന്നീട് മാർസാണ് പൂർത്തിയാക്കിയത്. മാർസും എംഗൽസും ചേർന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദമെന്ന ദർശനത്തിൻ്റെ അടിസ്ഥാനം പാകിയപ്പോൾ ഒരു കാര്യം അവർ പറഞ്ഞു. ഇന്നേ വരെ എല്ലാ ദാർശനികരും ചെയ്തത് സമൂഹത്തെ, പ്രകൃതിയെ വിലയിരുത്തലാണ്, നിർവചിക്കലാണ്. നമുക്ക് സമൂഹത്തെ മാറ്റി തീർക്കുകയാണ് വേണ്ടത്. സാമൂഹ്യ പരിവർത്തനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നൊരു ദാർശനികൻ പ്രഖ്യാപിക്കുന്നത് മാർസാണ്. മാർസും എംഗൽസും ചേർന്നാണ്. അപ്പോൾ നിലവിലുള്ള ചൂഷണ വ്യവസ്ഥയ്ക്ക് പകരം ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകാനുള്ള ദാർശനിക അടിത്തറ രൂപീകരിക്കേണ്ടുന്നതിൻ്റെ പ്രത്യേകതയാണ് മാർസും എംഗൽസും കാണുന്നത്. ഡോക്ടറേറ്റ് ലഭിക്കാൻ വേണ്ടി ഒരു തീസിസ് ഉണ്ടാക്കിയതുപോലെയല്ല. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകാൻ ഒരു പുതിയ ദർശനം വേണം. പരമ്പരാഗത ദർശനത്തിൻ്റെ ദൗർബല്യം എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ടൊരു പുതിയ ദർശനം വേണം. ആ ദർശനം എന്താണ്? ഭൗതികവാദവും ആശയവാദവും പരസ്പരം ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ ആശയവാദത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വൈരുദ്ധ്യവാദം ഉയർന്നു വന്ന സന്ദർഭത്തിൽ കൃത്യമായിട്ട് അവർ തമ്മിലുള്ള ആശയ സമരത്തിൻ്റെ അടിസ്ഥാനം എന്താ? ഭൗതികവാദികൾ ഭൗതിക പ്രപഞ്ചമാണ് പ്രാഥമികം എന്ന് അംഗീകരിച്ചു. ആശയവാദികൾ ആശയമാണ്, ചിന്തയാണ്, ബ്രഹ്മമാണ്, അതാണ് പ്രാഥമികം എന്നവർ പറഞ്ഞു. അതായത് നിലവിലുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിൽ സജീവമായി ചർച്ച ചെയ്യുന്ന ആശയവാദവും ഭൗതികവാദവും നിലനിൽക്കെ തന്നെ ഈ രണ്ടിൽ നിന്നും കൃത്യമായിട്ട് ഉൾക്കൊള്ളാവുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് ഹെഗലിനെ പറ്റി മാർക്സ് പറഞ്ഞത്, ഹെഗലിൻ്റെ വൈരുദ്ധ്യവാദം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ തല കീഴായിട്ട് കിടക്കുകയായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യവാദം ശരിയായ രീതിയിൽ തന്നെ നിൽക്കുകയാണ്, പക്ഷേ അത് ആശയവാദ അടിസ്ഥാനത്തിലാണുള്ളത്. നേരെ വിപരീതമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം രൂപപ്പെടുത്തിയത്. ഭൗതികവാദമാകട്ടെ കേവല ഭൗതികവാദ രീതിയിലാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഫെയർബേഗിൻ്റെയും ഹെഗലിൻ്റെയും ഈ നിലപാടുകളുടെ യാന്ത്രികതയും ആശയവാദപരമായ നിലപാടും തള്ളിക്കളഞ്ഞുകൊണ്ട് മാർക്സ് വളരെ ശരിയായ ഒരു ശാസ്ത്രം രൂപപ്പെടുത്തി. അതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത്. ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ഏതാണ് പ്രാഥമികം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടി. ആശയവാദമാണോ ഭൗതികവാദമാണോ? മാർക്സ് അംഗീകരിച്ചു ഭൗതികവാദമാണ്. ആശയമല്ല നിർണയിക്കുന്നത്, ഭൗതിക പ്രപഞ്ചം തന്നെയാണ്. നമുക്കറിയാം ദ്രവ്യം എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ലെനിൻ തന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമ്മുടെ ബോധത്തിന് പുറത്ത് അസ്തിത്വമുള്ളതെന്തോ അതാണ് ദ്രവ്യത്തിൻ്റെ ഒരു ഭാഗം. ഒപ്പം തന്നെ ഈ
ദ്രവ്യത്തിൻ്റെ ഒരു പ്രത്യേകത, പ്രതിബിംബങ്ങളോ പ്രതിച്ഛായകളോ ഉണ്ടാക്കാൻ കഴിയുന്നതുകൂടിയാണ്. അപ്പോൾ പ്രതിബിംബങ്ങളോ പ്രതിച്ഛായകളോ ഉണ്ടാക്കാൻ കഴിയുന്നതും നേരത്തെ പറഞ്ഞതുപോലെ ബോധത്തിന് പുറത്ത് അസ്തിത്വമുള്ളതെന്തോ അതാണ് ദ്രവ്യം. ദ്രവ്യം എന്ന് പറയുമ്പോൾ ആദ്യത്തെ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി ഖരം, വാതകം, ദ്രാവകം, പ്ലാസ്മ, ഊർജം, ഇങ്ങനെയുള്ള പല രൂപങ്ങളാണ്. ഇതെല്ലാം ഈ രൂപങ്ങളെല്ലാം ദ്രവ്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഈ രൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ധാരണയോടുകൂടി തന്നെയാണ് മാർസ് കൈകാര്യം ചെയ്ത് പോയത്. കാരണം മാർസത്തിന് ശേഷം ദ്രവ്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇനിയും മാറ്റത്തിന് വിധേയമാകുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം വ്യക്തം, ഭൗതിക പ്രപഞ്ചം, ആ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ മേലെ വളരെ ഫലപ്രദമായിട്ട് ആശയപ്രപഞ്ചത്തിനും പ്രവർത്തിക്കാനാവും. എന്ന് പറഞ്ഞാൽ ആശയപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവഗണിക്കേണ്ടെന്ന ഒന്നായിട്ടല്ല മാർസ് കണ്ടത്. അതുകൊണ്ട് മാർസ് പറഞ്ഞു ഭൗതിക പ്രപഞ്ചവുമുണ്ട്, ആശയപ്രപഞ്ചവുമുണ്ട്. എന്നാൽ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പന്നമാണ് ആശയപ്രപഞ്ചം. ഏതാ പ്രാഥമികം? ചിന്തയാണോ അല്ല ദ്രവ്യമാണോ? വ്യക്തത വന്നു, ദ്രവ്യമാണ്, ഭൗതിക പ്രപഞ്ചമാണ്. എന്നാൽ ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് വളർന്നു വരുന്ന ആശയത്തിന്, ആശയപ്രപഞ്ചത്തിന് ആശയപ്രപഞ്ചത്തെ തന്നെ തീർക്കുന്ന, രൂപപ്പെടുത്തുന്ന, ആശയപ്രപഞ്ചത്തിൻ്റെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള ഭൗതിക പ്രപഞ്ചത്തെ തന്നെ മാറ്റാൻ ഉള്ള ശേഷി സംഘടിതമായ ആശയ അവബോധത്തിനുണ്ട് എന്ന് മാർസ് വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചു. ലോകത്ത് ഈ രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞ ആശയവാദത്തെയും ഭൗതികവാദത്തെയും ഒരു പുതിയ തലത്തിലേക്ക് മാർസൻ രൂപപ്പെടുത്തി വളർത്തിയെടുത്തു. അതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നുള്ളത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം പാഠപുസ്തകം പോലെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് പുസ്തകമല്ല. അത് തീർച്ചയായും സമൂഹത്തിൽ പ്രയോഗിക്കാനുള്ള ഒരു ഉപകരണമാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ, സമൂഹത്തെ മനസ്സിലാക്കാൻ, സാമൂഹ്യ വികാസഘട്ടങ്ങളെയെല്ലാം കൃത്യമായിട്ട് അവലോകനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഉപകരണമാണ്. മാർക്സിസ്റ്റുകാരുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് മാർക്സിയൻ ദർശനമെന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഇപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൻ്റെ പ്രയോഗം മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിലേക്ക്, സാമൂഹ്യ വികാസഘട്ടങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചാൽ കിട്ടുന്നതെന്തോ അതാണ് ചരിത്രപരമായ ഭൗതികവാദം. മാർസം സർവതലസ്പർശിയായ എല്ലാറ്റിനെയും പുതുക്കി എഴുതുകയുണ്ടായി. അത് ചരിത്രം ഉൾപ്പെടെ എല്ലാറ്റിനെയും. ആധുനിക ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയത് മാർസം നൽകുന്ന ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ കൂടി ചരിത്രരചനയുടെ ഭാഗമായിട്ട് ഈ ഭാഗം ഉൾക്കൊള്ളുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാർസ് പിന്നീട് എഴുതിയ മൂലധനം തന്നെ ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രൂപപ്പെടുത്തി വളർത്തിയെടുത്തതാണ്. മാർസ് ഒരു കാര്യം വ്യക്തമാക്കി, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്.
മാറാത്ത ഒന്നും തന്നെ പ്രകൃതിയിലില്ല, പ്രപഞ്ചത്തിലില്ല, സമൂഹത്തിലില്ല. മാറ്റമില്ലാത്ത ഒരേ ഒരു കാര്യം അനസ്യൂതമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രം. അപ്പോൾ നമുക്ക് മാറ്റത്തിന് വിധേയമാകുന്ന എല്ലാറ്റിനെയും കൃത്യമായിട്ട് അവലോകനം ചെയ്യാൻ പഠിക്കാൻ സാധിക്കണം. ഇവിടെയാണ് മാർസത്തിൻ്റെ പ്രസക്തി. മാർസം എന്തുകൊണ്ടാണ് കാലഹരണപ്പെടുന്നില്ല എന്ന് പറയുന്നത്? ഞാനിവിടെ ഈ ക്ലാസ് എടുക്കുന്ന ഈ നിമിഷം വരെ ലോകത്തെമ്പാടും നേടിയിട്ടുള്ള സർവതലസ്പർശിയായ മേഖലയിലെ എല്ലാ പുതിയ കണ്ടെത്തലുകളെയും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന, അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർസം. അതുകൊണ്ടാണ് മാർസത്തിന് കാലഹരണ ദോഷമില്ല എന്ന് പറയുന്നത്. അതായത് മാർസ് എഴുതി വെച്ച പുസ്തകത്തിൻ്റെ വാള്യങ്ങൾ കണക്കെടുത്തുകൊണ്ട് ഇതാണ് മാർസം എന്നല്ല. മാർസത്തിന് ശേഷം, മാർസിസം രൂപം കൊണ്ടതിന് ശേഷം ഈ ഭൂമിയിലുണ്ടായ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ തലങ്ങളിലുമുള്ള ശാസ്ത്രീയമായ പുതിയ കണ്ടെത്തലുകളെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിവുള്ള, ശേഷിയുള്ള, അനസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പഴഞ്ചനാവുന്നില്ല. മാർസത്തിൻ്റെ ഈ പ്രത്യേകത മാർസ് തന്നെ വിശകലനം ചെയ്തിട്ടുണ്ട്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാം മാറ്റത്തിന് വിധേയമാണ്, എല്ലാം മാറ്റത്തിന് വിധേയമാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഈ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്നാണ് സാമൂഹ്യ വിപ്ലവത്തെ മാർസ് കൃത്യമായിട്ട് ശാസ്ത്രമാക്കി മാറ്റിയത്. മാർസ് പറഞ്ഞു, ഇതിനു മുമ്പ് ലോകത്തുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥകൾ ഓരോന്നും നിലവിൽ വരികയും നിഷ്ക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥ ഉയർന്നുകൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഈ മുതലാളിത്തവും തകരുക തന്നെ ചെയ്യും. ഈ തകർച്ചയ്ക്ക് അനിവാര്യമായിട്ടും ഉയർന്നു വരുന്ന വർഗം ഏതാണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായി, ശക്തിയായി മാർസ് അവതരിപ്പിച്ചത്. അധ്വാനിക്കുന്ന വർഗം എന്ന രീതിയിൽ അതിനെ വികസിപ്പിച്ചു. അപ്പോൾ നിലവിലുള്ള ഭരണകൂട സംവിധാനത്തെ അവസാനിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ, ഒരു പുതിയ ഭരണകൂടം പകരം വെക്കാൻ സാധിക്കുന്ന രീതിയിൽ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഈ ദർശനം, ഈ പുതിയ ദർശനം രൂപം കൊള്ളുന്നു അല്ലെങ്കിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ മാർസത്തിൻ്റെ അടിസ്ഥാനമായ മാർക്സിസ്റ്റ് ദർശനം, ആ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രപഞ്ചത്തെ ആകെ പഠിക്കാനുള്ള ഒരു ഉപകരണമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദമെങ്കിൽ, ചരിത്രത്തിലേക്കും സാമൂഹ്യ വികാസഘട്ടങ്ങളിലേക്കും അത് പ്രയോഗിച്ചാൽ ലഭിക്കുന്ന ചരിത്രപരമായ ഭൗതികവാദത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തി പഴയകാലം പ്രാകൃത കമ്മ്യൂണിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ, അടിമത്ത സാമൂഹ്യ വ്യവസ്ഥ, ഭൂപ്രഭുത്വം, മുതലാളിത്തം, തുടർന്ന് സോഷ്യലിസവും കമ്മ്യൂണിസവും എന്ന നിഗമനത്തിലേക്ക്, ശാസ്ത്രീയമായ കണ്ടെത്തലിലേക്ക് മാർക്സ് എത്തുന്നത് ഈ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മാർക്സ് പറഞ്ഞ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനും ചലനമുണ്ട്. സാമൂഹിക ജീവിതം ഉൾപ്പെടെ, സാമൂഹിക വ്യവസ്ഥ ഉൾപ്പെടെ എല്ലാറ്റിനും ചലനമുണ്ട്. മനുഷ്യന് ചലനമുണ്ട്. മനുഷ്യൻ്റെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ വിപരീതങ്ങളുണ്ട്, എല്ലാറ്റിലും വിപരീതങ്ങളുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചലനം ഒരു വസ്തുവിൻ്റെതായാലും ഓരോരോ വ്യത്യസ്ത സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടെടുത്താലും സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടെടുത്താലും അതിൽ കുടികൊള്ളുന്ന വിപരീതങ്ങളാണ്. സാമൂഹ്യ ജീവിതത്തിൻ്റെ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ വർഗസമരം തന്നെയാണ്. വർഗവിഭജിതമായ ഒരു സമൂഹത്തിലെ വർഗസമരം അത് ജൈവപരമായ ഒരു ഘടന തന്നെയാണ്. വർഗവിഭജിതമായ സമൂഹത്തിൽ ആരെങ്കിലും വിചാരിച്ചാൽ വർഗസമരം ഇല്ലാതാക്കാനാവില്ല. വർഗവിഭജിതമല്ലാത്തൊരു സമൂഹത്തിൽ ആര് വിചാരിച്ചാലും വർഗസമരം ഉണ്ടാക്കാനും സാധിക്കില്ല.
അപ്പോൾ വിപരീതങ്ങൾ തമ്മിലുള്ള സമരമാണ്. അതിന് ഐക്യമുണ്ട്, സമരമുണ്ട്. അതിൻ്റെ നിയമം മുന്നോട്ടേക്ക് വെച്ചപ്പോൾ മാർക്സ് അത് തന്നെ വിശദമായിട്ട് ചൂണ്ടിക്കാണിച്ചു. എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലിക്കാത്ത ഒന്നും തന്നെ നമ്മുടെ മുമ്പിലില്ല. ഞാൻ പല ക്ലാസ്സുകളിലും ഈ കാര്യം പറഞ്ഞതിന് ശേഷം ചലനത്തെപ്പറ്റി പറയുമ്പോൾ സൂക്ഷ്മാണുവിൽ നിന്ന് തുടങ്ങി പ്രപഞ്ചത്തിലേക്ക് കടക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ നിങ്ങളിരിക്കുന്ന കസേല അത് ചലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും എനിക്ക് കിട്ടിയ ഉത്തരം ചലിക്കുന്നില്ല എന്നാണ്. അതിന് വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഈ പ്രതലം അത് ഇഷ്ടികയാവാം, ടൈൽസാവാം, സിമെൻറ്റ് തറയാവാം, എന്തോ ആവാം. അതിന് ചലനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ചലനമില്ല എന്നാണ് പല സഖാക്കളും സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിങ്ങളിരിക്കുന്ന കസേരയും ചവിട്ടുന്ന പ്രതലവും ഞാൻ ഉപയോഗിക്കുന്ന മൈക്കും എല്ലാം ചലിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ ചലനത്തെ കാണുക? അപ്പോഴാണ് നമ്മൾ അണുവിൻ്റെ ചലനം മുതൽ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചലനം വരെയുള്ള ചലനങ്ങളെ കാണാൻ ശ്രമിക്കുക. വളരെ വളരെ ചെറിയ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാനാവാത്ത ഒരു കണിക, അതാണല്ലോ ആറ്റം. ആറ്റത്തിൻ്റെ ഘടന പരിശോധിച്ചാലോ അതിന് ചലിക്കാനുള്ള ശേഷിയുണ്ട്. ആറ്റത്തിൻ്റെ കേന്ദ്രം, അണുകേന്ദ്രം ന്യൂട്രോണും പ്രോട്ടോണും ഉൾക്കൊള്ളുന്നതാണ്. പണ്ടത് പ്ലാസ്മ എന്നുകൂടി അതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചിരുന്നു. ഇപ്പോഴും നിരവധി ഘടകങ്ങൾ കണ്ടെത്തുകയും അതിന് അതിശക്തമത്തായ സ്ഫോടക ശക്തി രൂപപ്പെടുത്താൻ സാധിക്കുന്ന പശ്ചാത്തലമുണ്ട് എന്ന് ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തുകയും ചെയ്തു. അതിൻ്റെ ചുറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുണ്ട്. ഇത് മൂന്നും ചേരുമ്പോഴാണ്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു അണു. അപ്പോൾ അണുവിൻ്റെ ഘടന സ്വയം ചലനം കൂടി ചേർന്നതാണ്. ഇങ്ങനെയുള്ള കോടാനുകോടി അണുക്കൾ ചേർന്നതാണ് ഒരു വസ്തു, ഒരു ചെറിയ വസ്തു, കോടാനുകൂടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൂമിക്ക് ചലനമുണ്ട്. ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ സന്ദർഭം മുതൽ ഇപ്പോഴും എടുത്തു നോക്കിയാൽ നമ്മുടെ ഭൂമി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്നതിനോടൊപ്പം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറക്കത്തിൻ്റെ വേഗത എത്രയാണ്? 1 കിലോമീറ്ററിൽ 16,000 കിലോമീറ്ററാണ്. 1 മണിക്കൂറിൽ 16,000 കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത്. മണിക്കൂറിലെ വേഗത അതാണ്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1 മണിക്കൂറിൽ 1,00,000 കിലോമീറ്ററാണ് അതിൻ്റെ വേഗത. ഇങ്ങനെയാണ് ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സൂര്യൻ ചലിക്കുന്നുണ്ടോ? അപ്പോൾ പലരും സഹാക്കൾ പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ ചലിക്കുന്നില്ല. സൂര്യൻ ചലിക്കുന്നുണ്ട്. സൂര്യനും സൗരയൂഥത്തിനു ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സൗരയൂഥത്തെപ്പറ്റി നമുക്ക് മനസ്സിലാവണം. അതും ചലനാത്മകം തന്നെയാണ്. എന്തുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്? സൗരയൂഥം ആകെ തന്നെയാണ് ഗാലക്സിക്ക് ചുറ്റും കറങ്ങുന്നത് എന്നുള്ളത് കൊണ്ടാണ്. കോടിക്കണക്കിന് വർഷം വേണം അതൊരു പ്രാവശ്യം കറങ്ങി വരാൻ. ഇങ്ങനെ അണു മുതൽ പ്രപഞ്ചം വരെ ചലിച്ചുകൊണ്ടിരിക്കും. ഇതൊരു സൗരയൂഥത്തിൻ്റെ കാര്യം മാത്രം. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സൂര്യന്മാരുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ സൂര്യൻ്റെ തൊട്ടടുത്ത് ചെറു സൂര്യന്മാരെ കണ്ടെത്തിയിരിക്കുന്നു. ആദ്യമായിട്ട് കണ്ടെത്തുകയാണ്. അപ്പോൾ കോടാനുകോടി ഗ്രഹങ്ങളും അതുപോലെ തന്നെ സൂര്യനും എല്ലാം കൂടിച്ചേർന്നിട്ടുള്ള ഒരു വലിയ പ്രപഞ്ചം, വിസ്തൃതമായിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മാർക്സ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പ്രപഞ്ചത്തിന് ബാഹ്യമായ ഒരു സ്വാധീനവും പ്രപഞ്ചത്തിൻ്റെ മേലെ ചെലുത്തപ്പെടുന്നില്ല. അപ്പോൾ ഈ ചലനാത്മകമായ പ്രപഞ്ചത്തെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിനെയും, അല്ലെങ്കിൽ ഓരോ വസ്തുവിൻ്റെയും ദ്രവ്യത്തിൻ്റെയും അതിൻ്റെ രൂപം, അതിൻ്റെ ഘടന ചലനാത്മകമായിട്ടുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോയത്. അപ്പോൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്.
വൈരുദ്ധ്യങ്ങളുടെ ഒരു കൃത്യമായിട്ട് നിയമം പരിശോധിച്ചാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല എന്ന് കാണാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ചലനമില്ലാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല എന്നും കാണാൻ കഴിയും. ഇത് രണ്ടും പരസ്പര ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ മാറ്റം, എങ്ങനെയാണ് ഈ മാറ്റം, ഏത് ദിശയിലേക്കാണ് ഈ മാറ്റം? ഈ കാര്യം സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാർക്സിയൻ ദർശനത്തിൻ്റെ ഭാഗമായി മാർക്സ് ഫലപ്രദമായിട്ട് പരിശോധിച്ചു. അതിലൊന്നാമത്തെ കാര്യം, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ നിയമങ്ങളിലെ ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പശ്ചാത്തലത്തിൽ വൈരുദ്ധ്യങ്ങളുടെ ഐക്യവും സമരവുമാണ്. വിപരീതങ്ങളുടെ ഐക്യ സമര സിദ്ധാന്തം. എവിടെ എടുത്തു പരിശോധിച്ചാലും, ഏത് വസ്തു എടുത്ത് പരിശോധിച്ചാലും, ദ്രവ്യം എടുത്ത് പരിശോധിച്ചാലും, മനുഷ്യ സമൂഹം എടുത്ത് പരിശോധിച്ചാലും അതിലെല്ലാം കുടികൊള്ളുന്നത് വിപരീതങ്ങളാണ്. വിപരീതത്തിൻ്റെ ഐക്യ സമര സിദ്ധാന്തം. സാമൂഹ്യ ജീവിതവുമായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വർഗസമരമാണ്. വർഗസമരം അനിവാര്യമായ ഒന്നാണ് എന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ആരെങ്കിലും ഉണ്ടാക്കുന്നതല്ല, വർഗവിഭജിതമായ സമൂഹത്തിൻ്റെ ഘടനാപരമായ ഉള്ളടക്കമാണ് വർഗസമരം. ചിലപ്പോഴത് ശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകും, ചിലപ്പോഴത് വളരെ വളരെ ദുർബലമാക്കപ്പെടും. ദുർബലമാകുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ അവസാനം വന്നുവെന്നോ, ശക്തിയായിട്ട് മുന്നേറുന്ന ഘട്ടത്തിൽ ഇതാണതിൻ്റെ അവസാന ഘട്ടമെന്നോ പറയാൻ നമുക്ക് സാധിക്കില്ല. അതൊരു പ്രക്രിയയാണ്, തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ സമരവും ഉണ്ട്, ഐക്യവുമുണ്ട്. ഐക്യം അല്ല പ്രാഥമികമായിട്ടുള്ളത്. ഐക്യമുണ്ട്, ശരിയാണ്, പക്ഷേ മൗലികമായിട്ടുള്ളത് സമരമാണ്. ഈ ഐക്യ സമര സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാമൂഹ്യ ജീവിതത്തെയും സാമൂഹ്യ വ്യവസ്ഥാ മാറ്റത്തെയും നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ വൈരുദ്ധ്യവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ട് മാറ്റമുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരം ഓരോന്നിലും കുടികൊള്ളുന്ന വിപരീതങ്ങൾ തമ്മിലുള്ള ഐക്യ സമര സിദ്ധാന്തം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എങ്ങനെ ഈ മാറ്റമുണ്ടാകുന്നു, മാറുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ മാറുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് അതിൻ്റെ കൃത്യമായ ഉത്തരം അളവിൽ നിന്ന് ഗുണത്തിലേക്കുള്ള മാറ്റം എന്നാണ്. ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അളവിലുണ്ടാകുന്ന മാറ്റം ഗുണത്തിലേക്ക് നയിക്കും. അത് ഓരോന്നിനും ബാധകമായിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ വെള്ളം തിളക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളം വെച്ച പാത്രത്തിൻ്റെ അടിയിൽ ചെറുതായിട്ട് തീ കൊടുത്താൽ അത് മെല്ലെ മെല്ലെ ചൂടാവും. അത് മെല്ലെ മെല്ലെ ചൂടാകുകയാണ്. കൂടുതൽ കൂടുതൽ തീ കത്തിക്കുന്നതിനനുസരിച്ച് അത് കൂടുതൽ കൂടുതൽ വേഗത്തിൽ ചൂടാവും. എന്നാൽ ചൂടായി 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 ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് വെള്ളം അല്ലാത്ത ആവിയായിട്ട് മാറുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അളവിൽ വന്ന മാറ്റം ഗുണപരമായ മാറ്റമായിട്ട് മാറുകയാണ്. വെള്ളത്തെയാണ് യഥാർത്ഥത്തിൽ അതിനെ നിഷേധിക്കുന്നത്, എന്നിട്ടാണ് ആവിയിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ആദ്യം ചെറിയ രീതിയിലാണ്. വർഗസമരം എടുത്ത് പരിശോധിച്ചാലും അങ്ങനെയാണ്. സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യതയുള്ള കമ്മ്യൂണിസ്റ്റുകാർ തൊഴിലാളി വർഗത്തെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയും മറ്റ് ഇതര വിഭാഗങ്ങളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ ജീവിതത്തിൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിലൂടെ, ചെറിയ പ്രവർത്തനത്തിലൂടെ, വലിയ പ്രവർത്തനത്തിലൂടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജനത ശക്തിയായിട്ട് വരികയാണ്. ആദ്യം മെല്ലെ മെല്ലെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ അത് വളരെ വളരെ മെല്ലെയായിട്ടാണ്. എന്നാൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അത് വമ്പിച്ച രീതിയിലുള്ള കുതിപ്പോടുകൂടി നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ മാറ്റി ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നു.
വിപ്ലവങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ അളവിൽ നിന്ന് ഗുണത്തിലേക്കുള്ള പരിവർത്തനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വൈരുദ്ധ്യ നിയമം തന്നെയാണ്. ഇതുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെയാണ് ദിശ, ഏത് ദിശയിലേക്കാണ് മാറുന്നത്? അത് മുന്നോട്ടേക്കാണ്. സാമൂഹ്യ ജീവിതത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ ഘട്ടങ്ങളിൽ നിന്ന്, പ്രാകൃതാവസ്ഥയിൽ നിന്ന് കുറേയും കൂടി മുമ്പോട്ടേക്ക്, അതിൽ നിന്നും മുന്നോട്ടേക്ക് ഇപ്പോഴും മുതലാളിത്തം അത് വമ്പിച്ച രീതിയിൽ എല്ലാ സാധ്യതകളും IT ഉൾപ്പെടെയുള്ള ബിസിനസ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വമ്പിച്ച രീതിയിൽ മുതലാളിത്ത മൂലധന കേന്ദ്രീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ മാറ്റി ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെടുത്തണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലുള്ള വൈരുദ്ധ്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെ ഒരു ഘട്ടത്തിൽ അതിനെ നിഷേധിക്കണം. അങ്ങനെ നിഷേധത്തിൻ്റെ നിഷേധിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇപ്പോൾ മുതലാളിത്ത സാമൂഹ്യ ജീവിതത്തെ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സാമൂഹ്യമായ ഉൽപ്പാദനവും വ്യക്തിഗതമായ സമ്പത്തിൻ്റെ കേന്ദ്രീകരണവുമാണ് മുതലാളിത്തം. അതാണ് മുതലാളിത്ത കുഴപ്പത്തിൻ്റെ ഈ അടിസ്ഥാനം. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു. അത് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഉൽപ്പാദന ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വന്നതാണ്. ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്നാണ് ഈ സമ്പന്നർക്ക് കൂടുതൽ സമ്പന്നരാവാൻ സാധിക്കുന്നത്, മിച്ചമൂല്യം തട്ടിയെടുക്കാൻ സാധിക്കുന്നത്. അത് മാർക്സ് തന്നെ തെളിയിച്ചിട്ടുണ്ട്, ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മനുഷ്യ സമൂഹത്തെ കൊള്ളയടിക്കുന്ന, ചൂഷണം ചെയ്യുന്ന ഈ മുതലാളിത്തത്തിൻ്റെ അന്ത്യം വരുത്തിക്കൊണ്ട് മാത്രമേ എനിക്കും എൻ്റെ സമൂഹത്തിലും ജീവിക്കാനാവുള്ളൂ എന്നൊരു ഘട്ടം വരുമ്പോൾ, എനിക്കിനി ഇതുപോലെ മുമ്പോട്ടേക്ക് പോകാനാവില്ല എന്ന് മുതലാളിത്തവും കാണുമ്പോൾ, അതാണ് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ നിഷേധിക്കുക. അപ്പോൾ മെല്ലെ മെല്ലെ ആരംഭിച്ചിട്ട് നിഷേധത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ അതിൽ ദിശ നിർണ്ണയിക്കാനാവും. ആ ദിശ ഇന്നത്തേക്കാൾ പുതിയ രീതിയിൽ മുന്നോട്ടേക്കാണ്, ചുറ്റുകോണി പോലെയാണ്. മനുഷ്യ സമൂഹം മുന്നോട്ടേക്കാണ് നീങ്ങുക. അങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങുന്ന മനുഷ്യൻ്റെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ കടമ പൂർത്തീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള ശേഷി ദർശനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അവതരിപ്പിച്ചുകൊണ്ട് മാർക്സ് മുമ്പോട്ടേക്ക് വെക്കുകയുണ്ടായി. ആ രീതിയിൽ നിഷേധം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം പരിശോധിച്ചാൽ എല്ലാം മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള സർവ്വതിനെയും നിഷേധിക്കുക എന്നുള്ളത് മാർക്സത്തിൻ്റെ ഭാഗമായ വ്യക്തമായ കാഴ്ചപ്പാടല്ല, മാർക്സത്തിൻ്റെ ഭാഗമല്ല. എന്തിനെയാണ് നിഷേധിക്കേണ്ടത്? എന്തിനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്? ഇത് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും. നമുക്കറിയാം അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം, ഏതാണോ വളർച്ച മുട്ടി ജീർണമായത്, മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല, സാമൂഹ്യമായ ഉൽപ്പാദനമാണ്. അത് വളർച്ച മുട്ടിയിട്ടില്ല. സാമൂഹ്യമായ ഉൽപ്പാദനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ഉൽപ്പാദന പ്രക്രിയയിൽ നിന്ന് സമ്പത്ത് കൊള്ള ചെയ്യുകയാണ്, മിച്ചമൂല്യം തട്ടിയെടുക്കുകയാണ്. ഇതുവഴി ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത വഴി. അപ്പോൾ ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത വഴി മിച്ചമൂല്യം തട്ടിയെടുക്കുന്ന മുതലാളിത്തത്തിന് മനുഷ്യ സമൂഹത്തെ കൊള്ള ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ വരണമെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ വേണ്ടൂ, ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത അവസാനിപ്പിക്കണം. അപ്പോൾ എന്താവും? സാമൂഹ്യമായ ഉൽപ്പാദനം അവസാനിപ്പിക്കേണ്ട, അത് വളരാനുള്ള പ്രവണതയുള്ളതാണ്. എന്നാൽ ജീർണമായിക്കൊണ്ട് കേന്ദ്രീകരണത്തിലേക്ക് വന്ന് സമ്പന്നർ കൂടുതൽ സമ്പന്നരായി പാവപ്പെട്ട മനുഷ്യരെ വളരെ വളരെ പിന്നണിയിലേക്ക് നയിച്ച് ദുരിതം തീറ്റി ഈ പാവപ്പെട്ട മനുഷ്യന് ജീവിക്കാനാവാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന ഈ മുതലാളിത്തത്തിൻ്റെ ജീർണത ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിലാണ്. അത് മാറണം. അത് സാമൂഹ്യ ഉടമസ്ഥതയിലേക്ക് വരണം. അപ്പോഴാണ് സോഷ്യലിസം. അപ്പോൾ സാമൂഹ്യമായ ഉൽപ്പാദനവും സാമൂഹ്യമായ ഉൽപ്പാദനോപാധികളുടെ പൊതു ഉടമസ്ഥാവകാശവും, ഇതാണ് നിഷേധത്തിൻ്റെ രീതി. എല്ലാറ്റിനെയും നിഷേധിക്കുകയല്ല, നിഷേധിക്കേണ്ടതിനെ നിഷേധിക്കുക. അത് വെറുതെ ഒരാൾക്ക് തോന്നുന്ന പോലെയുള്ള നിഷേധമല്ല. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ജീർണമാകുന്നതും തകരേണ്ടതുമായതെന്ത് എന്ന് മനസ്സിലാക്കി
വളരുന്നത് ഏത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വളർത്താനും തകരേണ്ടുന്നതിനെ തകർക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഈ മൂന്നാമത്തെ നിയമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥകളെ സംബന്ധിച്ചെല്ലാം മാർക്സ് കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ മാറ്റത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇനി സിദ്ധാന്തവും പ്രയോഗവും മാർക്സത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. വേദാന്തം പോലെ കേവലമായ വ്യാഖ്യാനമല്ല, ഊടും പാവും പോലെ സിദ്ധാന്തവും പ്രയോഗവുമാണ്. അപ്പോൾ ഇതിൻ്റെ ജ്ഞാനസിദ്ധാന്തം വന്നത് മാർക്സത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ രൂപപ്പെട്ട ഒന്നാണ്, ദാർശനികമായിട്ട് തന്നെ പറയാൻ കഴിയുന്ന ഒന്നാണ്. എന്താണ് ഈ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ജ്ഞാനസിദ്ധാന്തത്തിലേക്ക് മാർക്സിന് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? മാർക്സ് പറഞ്ഞു അതിന് 4 കൈവഴികളുണ്ട്. ഒന്ന്, എല്ലാം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പ്രായോഗികത തന്നെയാണ്, പ്രവർത്തനമാണ്, പ്രയത്നം, അധ്വാനം. ആ അധ്വാനമാണല്ലോ മനുഷ്യനെ തന്നെ മറ്റ് ജന്തു വിഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചത്. അങ്ങനെ അധ്വാനിക്കുന്ന മനുഷ്യൻ എങ്ങനെ സാമൂഹ്യമായി? അപ്പോൾ സാമൂഹ്യപരത, പ്രായോഗികത, പിന്നെ ചരിത്രപരത, ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒപ്പം തന്നെ വിനിമയത. ഈ 4 കാര്യമാണ്. ഈ 4 കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിജ്ഞാന ഭണ്ഡാരത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തെമ്പാടുമുള്ള സമ്പത്തിൻ്റെ ഉടമ ഇന്ന് നിലനിൽക്കുന്ന ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ നമുക്കാവുക. അത് ശരിയാണ്. വിജ്ഞാന ഭണ്ഡാരത്തെ ഒന്നും തല്ലിത്തകർക്കുക, ചുട്ടുകരിക്കുക എന്നുള്ള നിലപാട് നമ്മുടേതല്ല. എന്നാൽ പരമ്പരാഗതമായിട്ടുള്ള എല്ലാറ്റിനെയും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക, അതാണ് നമ്മുടെ മഹത്തായ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കല്ല. അതേപോലെ തന്നെ പരമ്പരാഗതമായി ഒന്നും തന്നെ നമ്മൾ അംഗീകരിക്കില്ല എന്ന വാശി പിടിക്കുക, അതുമല്ല. പിന്നെയോ മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചക്കുതകുന്ന എന്തിനേയും സ്വാംശീകരിക്കണം. മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചക്കുതകാതെ ഒന്നിനെയും നമുക്ക് സ്വാംശീകരിക്കാനാവില്ല. ഈ നിലപാട് വെച്ചുകൊണ്ട് വേണം പൈതൃകമായി കിട്ടിയ എല്ലാ വിജ്ഞാനത്തെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. പ്രയോഗത്തിൽ നിന്നാണ്, അനുഭവത്തിൽ നിന്നാണ് പുതിയ കണ്ടെത്തലുണ്ടാവുന്നത്. ആ കണ്ടെത്തലിൽ നിന്നാണ്, ആ സയൻസിൽ നിന്നാണ് പുതിയ ഉൽപാദന ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. അത് പ്രാകൃത കാലഘട്ടം മുതൽ ഇപ്പോഴേ ഏറ്റവും അവസാനത്തെ കമ്പ്യൂട്ടർ വരെ അതാണ്. ഏറ്റവും അവസാനത്തെ കമ്പ്യൂട്ടർ തലമുറ കമ്പ്യൂട്ടർ വരെ അതാണ്. അപ്പോൾ അനുഭവത്തിൽ നിന്ന് പുതിയ ജ്ഞാനം, പുതിയ ജ്ഞാനത്തിൽ നിന്ന് പുതിയ ഉപകരണം, ആ ഉപകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രയോഗം, ആ പ്രയോഗത്തിന് വീണ്ടും പുതിയ പുതിയ ശാസ്ത്രം. ഇങ്ങനെ ശാസ്ത്രം വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ശാസ്ത്രം മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യം, പ്രയോഗവും സിദ്ധാന്തവും രണ്ടല്ല. പ്രയോഗവും സിദ്ധാന്തവും ഒന്നിച്ചു പോകേണ്ടുന്ന ഒന്നാണ്. ടെക്സ്റ്റ് പുസ്തകം വായിച്ചു പഠിക്കുന്നത് പോലെ ഉരുവിട്ട് പഠിക്കേണ്ടുന്ന ഒന്നല്ല വൈരുദ്ധ്യാത്മക ഭൗതികവാദം. മനുഷ്യ സമൂഹത്തിൻ്റെ നവീകരണത്തിന്, മനുഷ്യ സമൂഹത്തിൻ്റെ വിപ്ലവപരമായ ഉള്ളടക്കത്തെ കൈകാര്യം ചെയ്യുന്നതിന് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ, ചൂഷണാധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി, ഫ്യൂഡൽ ബന്ധങ്ങളുടെ അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളെ മാറ്റി ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അതുകൊണ്ടാണ് ഇതപര്യന്തമുള്ള ഒരു ദർശനവും മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ ദർശനമാവില്ല. അതിനൊരു പുതിയ ദർശനം വേണം എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൃത്യമായ കടമ ഏറ്റെടുത്തുകൊണ്ട് മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റുകാരും ലോകത്ത് ഈ മാർക്സിസ്റ്റ് ദർശനത്തെ അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നിരവധിയായ പ്രവർത്തനങ്ങളെ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ അടിസ്ഥാനത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന, വിപ്ലവപരമായ ചുമതല നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന
എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും മാർക്സിസത്തിൻ്റെ ഈ ആയുധം കൃത്യമായിട്ട് എടുത്തണിയാൻ സാധിക്കണം. കൂടുതൽ വിപുലമായിട്ട് പഠിക്കാൻ, മനസ്സിലാക്കാനുള്ള ഒരടിസ്ഥാനമായി ഇതിനെ കണ്ടുകൊണ്ട് വളരെ ഫലപ്രദമായ പഠനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും നീങ്ങണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്.